തുർക്കി. ഖത്തർ കഴിഞ്ഞാൽ ഇനി തുർക്കിയാണെന്നാണ് ഇസ്രായേൽ പറയുന്നത്. എന്നാ പിന്നെ 7ന്റെ കളി പഠിപ്പിക്കാൻ ഞാൻ തയ്യാറാണെന്നാണ് എർദോഗാന്റെ സ്റ്റാൻഡ്. ദോഹയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ഇസ്രായേലിന്റെ UN മിഷനിലെ മുൻ ഉദ്യോഗസ്ഥയായ യാൽ എക്സ്റ്റൈൻ എലികൾ ഓടുന്ന ഒരു ചിത്രം ട്വിറ്ററിൽ പങ്കുവെച്ചുകൊണ്ട് എഴുതിയത് എന്താണെന്നറിയാമോ? തുർക്കിയിലെ ഹമാസ് നേതാക്കളെ കണ്ടോ, അവരിപ്പോൾ ഇങ്ങനെയാണ്. ഈ സമയത്ത് തന്നെയാണ് ഇസ്രായേൽ ഹീബ്രു സർവകലാശാലയിലെ പ്രൊഫസറായ മേയർ മസ്രി ഒരു പോസ്റ്റ് ഇടുന്നത്. കൊല്ലപ്പെട്ട ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയ്ക്കൊപ്പം എർദോഗാൻ നിൽക്കുന്ന ഒരു ഫോട്ടോയുടെ താഴെ അദ്ദേഹം എഴുതി വെച്ചത് ഇന്ന് ഖത്തർ നാളെ തുർക്കി എന്നാണ്. ഇസ്രായേൽ സൈനിക മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഇയാൽ സമീറിന്റെ പ്രസ്താവന മേൽ പറഞ്ഞ നിലപാടിന് ശക്തി പകരുന്ന നിലപാട് തന്നെയാണ്. ശത്രുക്കളെ കൊണ്ട് നമ്മൾ കണക്ക് പറയിപ്പിക്കും. അവർ അടുത്തുള്ളതായാലും ശരി, അകലെയുള്ളതായാലും ശരി, ദൂരപരിധികളില്ലാതെ നമ്മൾ അവരെ വേട്ടയാടുമെന്ന വാക്കുകൾ ഒരു പുതിയ യുദ്ധമുഖം കൂടി ഇസ്രായേൽ തുറക്കുമെന്നതിന്റെ ശക്തമായ സൂചനയായി മാറി. നയതന്ത്ര കാരണങ്ങളാലാണ് ഖത്തറിൽ നിന്ന് ഹമാസ് ഓഫീസ് പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഹമാസ് നേതാക്കൾക്ക് രാഷ്ട്രീയ അഭയം നൽകുന്ന, സാമ്പത്തികമായ പിന്തുണ നൽകുന്ന, നെതന്യാഹുവിനെ പരസ്യമായി വെല്ലുവിളിക്കുന്ന ഇസ്രായേലിന്റെ പ്രത്യയശാസ്ത്ര ശത്രു കൂടിയായ എർദോഗാന്റെ തുർക്കിക്ക് നേരെ ഇസ്രായേലിന്റെ മിസൈലുകൾ തിരിയാൻ ഇനി അധിക സമയം വേണ്ട എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹമാസ് എവിടെ ഒളിച്ചാലും തീർത്തു കളയുമെന്ന് ഇസ്രായേൽ നിരന്തരം പറയുന്നതിന്റെ പിന്നിൽ ചില കാരണങ്ങളുണ്ട്. അത് പരിശോധിക്കാം. ഖത്തറിന് മേൽ നടത്തിയ ആക്രമണം തെളിയിച്ചത് എന്തായിരുന്നു? ശത്രു എന്ന് കരുതുന്നവരെ ആക്രമിക്കാൻ ഇസ്രായേലിന് ഒരു ലക്ഷ്മണ രേഖയുമില്ല. അതിന് രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തികൾ പ്രശ്നമല്ല. ഖത്തറിനെ ആക്രമിച്ച ആ ദിവസത്തിന് മുമ്പും പിമ്പുമായി എവിടൊക്കെയാണ് ഇസ്രായേലി ബോംബുകൾ പതിച്ചത് എന്ന് പല ദിവസങ്ങളായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഗസയ്ക്ക് പുറമെ ലബനൻ, സിറിയ, ടുണീഷ്യ, യമൻ, പിന്നെ ഖത്തർ. ഇതിനിടയിലൂടെ വെസ്റ്റ് ബാങ്കിൽ പലസ്തീനികളെ കൂട്ടമായി തെരുവിലൂടെ നടത്തിച്ച് തട്ടിക്കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. വീടുകൾ ആക്രമിക്കുകയാണ്. ജൂത കുടിയേറ്റക്കാരെ ആക്രമിക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുകയാണ്. ഇസ്രായേലി അതിർത്തികൾ വികസിപ്പിക്കണം. ജോഗ്രഫിക്കൽ എക്സ്പാൻഷനിൽ വിശ്വസിക്കുന്ന ഒരു രാജ്യമാണ് സയനിസ്റ്റ് ഇസ്രായേൽ. അതിന് നിരന്തരം ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കണം. ദേശീയ സുരക്ഷ എന്ന ഉമ്മാക്കി കാട്ടി നെതന്യാഹുവിന് തന്റെ രാഷ്ട്രീയ അതിജീവനം ഒന്ന് ഉറപ്പാക്കണം. അല്ലെങ്കിൽ എന്നേ ജയിലിൽ പോകേണ്ട ആളാണ് നെതന്യാഹു. എന്നിട്ടും പുറത്ത് കറങ്ങി നടക്കുക. ഗോലാൻ കുന്നുകൾ, ഹെർമോൺ പർവ്വതം, തെക്കൻ ലെബനൻ, വെസ്റ്റ് ബാങ്ക് എന്നിവിടങ്ങളിലെ പ്രദേശങ്ങൾ പിടിച്ചെടുക്കാനുള്ള അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ കണ്ട് ട്രംപ് വരെ അക്ഷരാർത്ഥത്തിൽ മൂക്കത്ത് വിരൽ വെച്ചുപോയി. എന്നേക്കാൾ വലിയ കലോകാരനോ എന്ന്. മോദി ട്രംപിന്റെ കളികൾ കണ്ട് ഞെട്ടുകയോതുപോലെ നെതന്യാഹുവിന്റെ കളികൾ കണ്ട് ഈശോ മിശിഹായേ ഇതാരാണ് എന്നേക്കാളും വലിയ ക്രൂരൻ എന്ന് വണ്ടർ അടിച്ച് അക്ഷരാർത്ഥത്തിൽ കിളി പോയിരിക്കുകയാണ് ട്രംപ്. ട്രംപിന്റെ ദേശീയ സുരക്ഷാ ടീമുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നത് പോലെ വെടിനിർത്തൽ ചർച്ചയിൽ പുരോഗതി ഉണ്ടാകുമ്പോഴെല്ലാം ആരെയെങ്കിലും ബോംബിട്ട് അത് തകർക്കുന്നതാണ് നെതന്യാഹുവിന്റെ ഒരു ശീലം. അത് ശീലമായിപ്പോയി. അതുകൊണ്ടാണ് ഹമാസ് എവിടെ പോയി ഒളിച്ചാലും ഞങ്ങൾ അവിടെ എത്തുമെന്ന് നെതന്യാഹു ഖത്തർ ആക്രമണത്തിന് ശേഷം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആരായിരുന്നു അദ്ദേഹത്തിന്റെ ഉന്നം? എർദോഗാന്റെ തുർക്കിയാണ്. തുർക്കിയിൽ ആരൊക്കെയാണ് ഇസ്രായേലിന്റെ ഹമാസിന്റെ ഹിറ്റ് ലിസ്റ്റിലുള്ളത് എന്ന് പേരുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തെയാൾ സഹീർ ജബരിൻ എന്നയാളാണ്. ഹമാസിന്റെ പ്രധാനപ്പെട്ട ഒരു ഹണ്ടറാണ്. ധനസമാഹരണത്തിൽ മിടുമിടുക്കനാണ്. വെസ്റ്റ് ബാങ്കിലെ ഹമാസ് പ്രവർത്തനങ്ങളുടെ നേതാവാണ്. ഖത്തറിൽ ഇസ്രായേൽ ലക്ഷ്യം വെച്ച ഹമാസ് നേതാക്കളിൽ സഹീർ ജബരിൻ ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം ക്ലീൻ ആയി രക്ഷപ്പെട്ടു. രണ്ടാമത്തെ ആളാണ് മൂസ ദാവൂദ് മുഹമ്മദ് അക്കാരി. US ഉപരോധം ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു ഹമാസ് നേതാവാണ്. തുർക്കിയിൽ നിന്ന് ഗസയിലേക്കും വെസ്റ്റ് ബാങ്കിലേക്കും ഒക്കെ പണം എത്തിക്കുന്ന ലോജിസ്റ്റിക്സ് വിദഗ്ധനാണ്. മൂന്നാമത്തെ ആളാണ് ജിഹാദ് യാഗ്മർ. ഹമാസിന്റെ തുർക്കിയിലെ ഔദ്യോഗിക പ്രതിനിധിയായിരുന്നു. തുർക്കി രഹസ്യാന്വേഷണ വിഭാഗവുമായി അടുത്ത ബന്ധമുണ്ട്. നാലാമത്തെ ആളാണ് അബ്ദുൾ റഹ്മാൻ ഇസ്മായിൽ ഖനിയാംത്. ഹമാസിന്റെ സൈനിക വിഭാഗമായ അൽ ഖസം ബ്രിഗേഡ്സിലെ പ്രധാനിയാണ്. അഞ്ചാമത്തെ ആളാണ് സലാമ മാരി. തീവ്രവാദി ആക്രമണങ്ങൾക്ക് ഇസ്രായേലി ജയിലിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ള ആളാണ്. ഇപ്പോൾ തുർക്കി കേന്ദ്രമായാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. അടുത്തയാളാണ് മുഹമ്മദ് നസൽ. മുതിർന്ന ഹമാസിന്റെ നേതാവാണ്. അന്താരാഷ്ട്ര ബന്ധങ്ങൾ നിലനിർത്തുന്ന ഒരു ചുമതല ഇദ്ദേഹത്തിനാണ്. ഏഴാമത്തെ ആളാണ് മൂസ അക്കാരി. നമ്മുടെ ലിസ്റ്റിലെ മൂന്നാമത്തെ ആളായ ജിഹാദി യാഗ്മറിന് ശേഷം തുർക്കിയിലെ ഹമാസിന്റെ ഔദ്യോഗിക പ്രതിനിധി.
2023 മുതൽ. മറ്റ് ഹമാസ് നേതാക്കളും ഇറാനിൽ കൊല്ലപ്പെട്ട ഇസ്മായിൽ ഹനിയ പോലെയുള്ളവർ നിരന്തരം തുർക്കി സന്ദർശിക്കുന്നുണ്ടായിരുന്നു. ഇതിൽ ചിലരെങ്കിലും തുർക്കി പൗരത്വം സ്വീകരിച്ചുകൊണ്ട് അവിടെ ബിസിനസ് സംരംഭങ്ങൾ നടത്തുന്നുണ്ട്. ഹമാസിന്റെ ധനസമാഹരണത്തിന് സുപ്രധാന ചാനലുകളായി ഇവർ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് മാത്രമല്ല കേട്ടോ, ഹമാസിന്റെ തലവനായിരുന്ന യഹിയ സിൻവറുടെ ഭാര്യയും കുട്ടികളും വ്യാജ പാസ്പോർട്ട് ഉപയോഗിച്ച് തുർക്കിയിലേക്കാണ് കടന്നത്. അവിടെയാണ് ഇപ്പോൾ മറ്റൊരു വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കുകയും ചെയ്യുന്നതെന്നാണ് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ തുർക്കിയെ ലക്ഷ്യമിടാൻ ഇത്രയും കാരണങ്ങൾ മതിയല്ലോ ഇസ്രായേലിന്. ഇനി തുർക്കിയെ ആക്രമിക്കാൻ ഇസ്രായേൽ ഒരുക്കുന്ന കരുക്കൾ ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ഹമാസിന്റെ ഗസയിലെ വേരുകൾ മറ്റു രാജ്യങ്ങളിലേക്ക് പടർന്ന ശിഖിരങ്ങളൊക്കെ വെട്ടാതെ യുദ്ധം പൂർണ്ണമാകില്ല എന്നാണ് നെതന്യാഹുവിന്റെ പക്ഷം. ഇതിൽ ഒരു പ്രധാന ശിഖരം എന്ന് പറയുന്നതാണ് ഈ തുർക്കി. ഇസ്രായേലിൽ തന്നെ അവരുടെ ഈ നിലപാടിന് വലിയ എതിർപ്പാണ്. മൊസാദിന്റെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ടാണ് ഖത്തറിൽ ഇസ്രായേൽ അടിച്ചത്. നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. അന്താരാഷ്ട്ര തലത്തിലുള്ള നയതന്ത്ര തിരിച്ചടി നമുക്ക് മാറ്റിവെച്ചേക്കാം. സാധാരണ ഇസ്രായേലി പൗരന്മാർക്ക് മറ്റു രാജ്യങ്ങളിലെ തെരുവുകളിൽ ഇപ്പോൾ നേരിടേണ്ടി വരുന്ന പൊതുജന രോഷം പോലും നെതന്യാഹുവിന് ഇതൊന്നും പ്രശ്നമേ അല്ല. അതിനാലാണ് തുർക്കി ഇപ്പോൾ ജാഗരൂകര എന്ന വാട കളി പഠിപ്പിക്കാന്ന് പറഞ്ഞിരിക്കുന്നത്. അന്താരാഷ്ട്ര നിയമങ്ങളും മറ്റു രാജ്യങ്ങളുടെ പരമാധികാരത്തിനും പുല്ല് വിലയാണ് ഇസ്രായേലിൽ നിന്ന് കുറെ നാളായി വാദിക്കുന്ന ആളാണ് തുർക്കി വിദേശകാര്യമന്ത്രി ഹക്കൻ ഫിദാൻ. അതുകൊണ്ടാണ് ഖത്തർ ആക്രമണം നേരിട്ടപ്പോൾ ആദ്യം തന്നെ തുർക്കിയാണ് പ്രതികരിച്ചത്. എന്താ പറഞ്ഞത്? എർദോഗാൻ ആക്രമണത്തെ അപലപിച്ചു. ഖത്തർ അമീറുമായി സംയുക്ത നടപടികൾ, അതായത് വേണ്ടി വന്നാൽ സൈനിക നടപടി തന്നെ സ്വീകരിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുകയുണ്ടായി. ദോഹയിലെ തുർക്കിക്ക് 6 F-16 വിമാനങ്ങൾ ഉൾപ്പെടെയുള്ള പരിമിതമായ സൈനിക സാന്നിധ്യവുമുണ്ട് ദോഹയിൽ. തുർക്കിയിൽ ഇസ്രായേൽ സൈനിക നടപടിക്ക് സാധ്യതയുണ്ടെന്ന ഊഹാപോഹങ്ങൾക്ക് ശക്തി പകർന്നൊരു സംഭവം എന്തായിരുന്നു എന്ന് വെച്ചാൽ ഹിസ്ബുള്ളയുമായി ബന്ധമുള്ള ലെബനീസ് ദിനപത്രമായ അൽ അക്ബറിലെ ഒരു റിപ്പോർട്ടാണത്. ഈജിപ്ഷ്യൻ വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് അവര് റിപ്പോർട്ട് ചെയ്തത് ഖത്തറിനെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് തുർക്കിയിലെ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിടാൻ വേണ്ടി ഇസ്രായേൽ ആലോചിച്ചിരുന്നു എന്നാണ്. തുർക്കിയുടെ മണ്ണിൽ പലസ്തീൻ പൗരന്മാരെ നിരീക്ഷിക്കുന്ന ഇസ്രായേലിന്റെ രഹസ്യ ശൃംഖലകളെ തുർക്കി രഹസ്യാന്വേഷണ വിഭാഗം നേരത്തെ തന്നെ തകർത്ത് കളഞ്ഞിട്ടുണ്ട്. എർദോഗാനെ ഉദ്ധരിച്ചുകൊണ്ട് ഒരു മുതിർന്ന തുർക്കി വക്താവ് പറഞ്ഞത്, സ്ഥിരമായ സമാധാനം വേണമെങ്കിൽ സ്ഥിരമായ യുദ്ധത്തിന് നിങ്ങൾ തയ്യാറായി നിൽക്കുക എന്ന അവസ്ഥയിലേക്ക് ഇസ്രായേൽ തുർക്കിയെ എത്തിച്ചിരിക്കുന്നു എന്നാണ്. ഈ സ്ഥിരമായ യുദ്ധം എന്നതാണ് നെതന്യാഹുവിന്റെ ജീവവായു. സ്ഥിരം കുടിയന്മാർക്ക് 90 അടിച്ചില്ലെങ്കിൽ കൈ വിറയ്ക്കുന്നത് പോലെ യുദ്ധച്ചോര കണ്ടില്ലെങ്കിൽ നെതന്യാഹുവിന്റെ കൈ ഇങ്ങനെ വിറയ്ക്കും. അതിനുവേണ്ടി ഓരോ വിഷയങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും, ഓരോ സ്ഥലത്ത് ബോംബിടും കൊല്ലും. തുർക്കിക്കെതിരെ അതുപോലൊരു കാരണം ഖത്തർ ആക്രമണത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ പുറത്തുവിടുകയുണ്ടായി. ഇസ്രായേൽ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻഗുനെ വധിക്കാൻ വേണ്ടി ഹമാസിന്റെ തുർക്കി ബ്യൂറോ നിർദ്ദേശം നൽകിയെന്നായിരുന്നു ഇസ്രായേലി ആഭ്യന്തര സുരക്ഷാ ഏജൻസിയായ ഷിൻ ബെത്ത് വെളിപ്പെടുത്തിയത്. ഈ ബെൻഗുറിനെ കുറിച്ച് പറഞ്ഞാൽ സംഘികൾക്ക്, കാസക്കാർക്ക് ഒക്കെ രോമാഞ്ചം വരുന്ന തരത്തിലുള്ള ചില വർത്തമാനം പറയുന്ന തീവ്ര വലതുപക്ഷ ഒരു മനുഷ്യനാണ്, നേതാവാണ്. യുവാവായിരുന്നപ്പോൾ തന്നെ തീവ്ര വംശീയ ആശയങ്ങൾ ഉള്ളത് കാരണം ഇസ്രായേൽ സൈന്യത്തിൽ പോലും പ്രവേശനം ലഭിക്കാത്ത ആളാണ് ബെൻഗുർ. അപ്പൊ ആലോചിച്ച് നോക്ക് വിഷം എത്രമാത്രം ഉണ്ടെന്ന്. നാവിന്റെയും പ്രവൃത്തിയുടെയും ഗുണം കൊണ്ടിപ്പോ ഇംഗ്ലണ്ട്, സ്പെയിൻ, നോർവേ, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളിൽ ഈ മന്ത്രിക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അദ്ദേഹം താമസിക്കുന്ന തീവ്ര ജൂത കുടിയേറ്റ മേഖലയായ ഹൈബ്രോണിലെ വീടിൽ ഡ്രോൺ ആക്രമണത്തിൽ അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി പദ്ധതിയിട്ടു എന്നാണ് ആരോപണമുള്ളത്. തുർക്കി ആരോപണമൊക്കെ നല്ല കൂളായിട്ട് നിഷേധിച്ച് കളയുന്നുണ്ട്. എന്നാൽ അത്തരം ഒരു ശ്രമം ഉണ്ടായിരുന്നെങ്കിൽ എപ്പോഴേ തുർക്കിക്കെതിരെ ഇസ്രായേൽ യുദ്ധപ്രഖ്യാപനം നടത്തിയേനെ. ആക്രമണം നേരിടാൻ തുർക്കിയുടെ തയ്യാറെടുപ്പുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ദോഹ ആക്രമണത്തോടുള്ള തുർക്കിയുടെ പ്രതികരണം വളരെ വേഗത്തിലായിരുന്നു. ദിയാർബക്കീർ, മലാത്യ വ്യോമത്താവളങ്ങളിൽ നിന്ന് തുർക്കി വ്യോമസേന F-16 ഫാൻഡം 4 യുദ്ധവിമാനങ്ങളെ പറത്തി തങ്ങളുടെ വ്യോമാതിർത്തിയിലൊക്കെ ഒന്ന് നിരീക്ഷണം ശക്തമാക്കി ആകാശം വഴിയുള്ള ഇസ്രായേലിന്റെ ഏത് ആക്രമണത്തെയും തടയാനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തി. ഇനി തിരിച്ചാക്രമിക്കാനാണെങ്കിൽ 1 മണിക്കൂറിന് താഴെ സമയം കൊണ്ട് ഈ വിമാനങ്ങൾക്ക് ടെൽ അവീവിന്റെ ആകാശത്ത് എത്താൻ പറ്റുന്ന സ്ഥലത്ത് ഇവയൊക്കെ സജ്ജീകരിച്ചു. ഖത്തറിന്റെ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ there is no place where they can hide എന്ന് തുർക്കിയെ ഉദ്ദേശിച്ച് വീമ്പിളക്കിയ ആളാണ് ഇസ്രായേലി പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റസ് എന്ന് പറയുന്ന ആള്. അദ്ദേഹം അത് പറഞ്ഞ് നാവ് വായിലിടുന്നതിന് മുമ്പ് തുർക്കിഷ് ഹാക്കർമാർ ഒരു തമാശ കാണിച്ചു. അവരെന്ത് ചെയ്തു? കാറ്റ്സിന്റെ സ്വകാര്യ ഫോൺ നമ്പർ കണ്ടുപിടിച്ചിട്ട് അതിലേക്ക് വീഡിയോ കോൾ വിളിച്ചു. ഇസ്രായേലിന്റെ ഒരു അയൺ ഡോമിനും
തടുക്കാനാകാത്ത ഒരു കടുത്ത നീക്കമായി പോയി അത്. തമാശ എന്താണെന്ന് വെച്ചാൽ മന്ത്രി ഫോൺ എടുത്തു. ഹാക്കർമാർ അതിന്റെ സ്ക്രീൻഷോട്ടുകളും മന്ത്രിയുടെ മൊബൈൽ നമ്പറും ഒക്കെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുചെന്ന് ഒട്ടിച്ച് പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇപ്പൊ രാവും പകലുമില്ലാതെ ലോകത്തിന്റെ നാനാ ഭാഗത്തു നിന്ന് പല ഭാഷകളിൽ നാട്ടുകാരുടെ നാവിൻ തുമ്പിലെ സുവിശേഷം കേട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രതിരോധ മന്ത്രി. നമ്മളുടെ ഫോൺ ലീക്കായാലുള്ള നമ്പർ ലീക്കായുള്ള അവസ്ഥ ആലോചിച്ചൊക്കെ എത്ര കോള് വരും. അപ്പൊ പിന്നെ ഇയാളുടെ കാര്യം നെതന്യാഹുവിനെ കൈവിട്ടാലും എർദോഗാനെ കൈവിടാൻ വേണ്ടി തുർക്കിക്കാവില്ല. അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് അടുത്തതായി പറയാൻ പോകുന്നത്. എന്ത് തന്നെ പ്രകോപനം ഉണ്ടായാലും ഖത്തർ ആക്രമിച്ചതുപോലെ ഇസ്രായേലിന് തുർക്കിയെ ആക്രമിക്കാൻ സാധിക്കില്ല എന്നൊരു വാദമുണ്ട്. അതിന് കാരണമായി പറയുന്നത് തുർക്കിയുടെ നാറ്റോ അംഗത്വമാണ്. അമേരിക്ക കഴിഞ്ഞാൽ നാറ്റോയിലെ രണ്ടാമത്തെ വലിയ സൈനിക ശക്തിയാണ് തുർക്കി. ആൾബലത്തിന്റെ കാര്യത്തിൽ നാറ്റോ ഉടമ്പടി പ്രകാരം ഏതെങ്കിലും ഒരു നാറ്റോ അംഗം ഒരാക്രമണം നേരിട്ടാൽ മറ്റ് നാറ്റോ രാജ്യങ്ങളും ആക്രമണം നേരിടുന്ന രാജ്യത്തിന് സൈനികമായി പിന്തുണ നൽകേണ്ടതുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ നാറ്റോ അംഗം അല്ലെങ്കിൽ പോലും നാറ്റോയുടെ ഒരു പാർട്ട്ണർ രാജ്യമാണ് ഉക്രൈൻ. അതുകൊണ്ട് പുടിനെ ഇഷ്ടമാണ്, സെലൻസ്കി എത്ര ഇഷ്ടമല്ലെന്ന് പറഞ്ഞാലും ട്രംപിന് ഉക്രൈന് സഹായിക്കാതിരിക്കാൻ കഴിയില്ല. അതുപോലെ നെതന്യാഹുവിനെ വലിയ ഇഷ്ടമാണ്, എർദോഗാൻ അത്ര ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് ട്രംപിന് തുർക്കിയെ കൈവിടാനാവില്ല. പിന്നെ ട്രംപിന്റെ സ്വഭാവം ഇങ്ങനെയൊക്കെയാണല്ലോ, അയാൾ എങ്ങനെ പെരുമാറും എന്ത് പറയുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അയാൾക്ക് എന്ത് നാറ്റോ എന്ത് ഗീറ്റോ. അതുകൊണ്ട് പക്ഷെ നിയമം ഇതാണ്. അതേസമയം തന്നെ ഈ ഉടമ്പടി ലംഘിക്കുന്നതിൽ കുഴപ്പമില്ല എന്ന് പറയുന്ന ചില ട്രംപിന്റെ അനുയായികളും അമേരിക്കയിലൊക്കെ ഉണ്ട്. മുൻ പെന്റഗൺ ഉപദേഷ്ടാവായ മൈക്കിൾ റൂബിൻ പറയുന്നത് തീവ്രവാദികളെ പിന്തുണയ്ക്കുന്ന, അഭയം കൊടുക്കുന്ന ഒരു രാജ്യത്തിനെതിരെ സെൽഫ് ഡിഫൻസിന് ഇസ്രായേലിന് വേണമെങ്കിലൊക്കെ പോയി ആക്രമിക്കാമെന്നാണ്. അടിപൊളി, നല്ല ന്യായം അല്ലേ? അതുകൊണ്ട് നാറ്റോ അംഗത്വം തുർക്കിക്ക് സ്വാഭാവിക സുരക്ഷിതത്വം നൽകുന്നില്ല എന്നതാണ് ഈ വാദം. തനിക്ക് അനുകൂലമായി ഇത്തരം വാദങ്ങൾ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കാൻ നെതന്യാഹു പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. ഇവിടത്തെ ഗോതി മാധ്യമങ്ങൾ പോലെ അവിടെയുണ്ടല്ലോ ചിലതൊക്കെ, അതിലൂടെ ഇതൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ തുർക്കിയുടെ മണ്ണിൽ ഒരു ഇസ്രായേൽ ആക്രമണം നടന്നാൽ അത് ഉഭയകക്ഷി പ്രശ്നമായി ഒതുങ്ങില്ല. മറിച്ച് നാറ്റോ, അമേരിക്ക, വിശാലമായ ഇസ്ലാമിക ലോകം എന്നിവയൊക്കെ ഇതിലേക്ക് സ്വാഭാവികമായി വലിച്ചിഴക്കപ്പെടും. ഹമാസ് മാത്രമല്ല, ഇസ്രായേലിന്റെ കലിപ്പ്, സിറിയയുടെ കളികളും കൂടെ നമ്മളൊന്ന് പറഞ്ഞു പോകാം. ഇസ്രായേലുമായുള്ള തുർക്കിയുടെ ബന്ധം വഷളായിട്ട് കുറച്ച് നാളൊക്കെയായി, നല്ല ബന്ധമൊന്നുമില്ല. അതുകൊണ്ട് ഏത് ചെറിയ പ്രകോപനം പോലും ഒരു വലിയ അപകട സാധ്യതയുണ്ടാക്കും. 2023 ഒക്ടോബറിൽ ഗാസ യുദ്ധം ആരംഭിച്ചതു മുതൽ ഇസ്രായേലുമായുള്ള ബന്ധം തുർക്കി ക്രമേണ വിച്ഛേദിച്ചു തുടങ്ങി. വ്യാപാരം 30% കുറച്ചത്. 2024 ഏപ്രിൽ 54 മേഖലകളിലായി 1019 ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി നിരോധിച്ചു. 2024 മെയ് മാസത്തോടെ എല്ലാ വ്യാപാരവും നിർത്തിവെച്ചു. ഇസ്രായേലിന്റെ വിമാനങ്ങൾക്ക് തുർക്കി വ്യോമപാത നിഷേധിച്ചു. പ്രത്യേകിച്ച് 2024 നവംബറിലും 2025 മെയ് മാസത്തിലും ഇത് കാരണം നെതന്യാഹുവിന്റെ 2 വിദേശ ടൂറുകൾ നടത്താൻ പോലും കഴിഞ്ഞില്ല. പലസ്തീൻ വിഷയം, വ്യാപാര ബന്ധം അവസാനിപ്പിക്കൽ, വ്യോമപാത അടയ്ക്കൽ മാത്രമല്ല, ഇസ്രായേലും തുർക്കിയും തമ്മിൽ സംഘർഷം നടക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട മേഖലയുണ്ട്. അതാണ് സിറിയ. ബഷീർ അൽ അസദ് ഭരണം അട്ടിമറിച്ചതിന് ശേഷം അഹമ്മദ് അൽ ഷറയുടെ നേതൃത്വത്തിലുള്ള സിറിയൻ ഇടക്കാല സർക്കാർ രൂപീകരിച്ച കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ഭരണത്തെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടി ഇസ്രായേൽ ശ്രമിക്കുന്നുവെന്ന് തുർക്കി എല്ലാ കാലത്തും ആരോപിച്ചുകൊണ്ടിരിക്കുന്നുമുണ്ട്. കാരണം കഴിഞ്ഞ വർഷം ഡിസംബറിൽ അസദ് ഭരണം വീണപ്പോൾ തന്നെ ഇസ്രായേലി സൈന്യം ഗോലാൻ കുന്നുകളുടെ ഭാഗത്തുള്ള ഇസ്രായേൽ സിറിയ അതിർത്തിയിലെ 400 സ്ക്വയർ കിലോമീറ്റർ പ്രദേശം പിടിച്ചടക്കുകയുണ്ടായി. അത് UN തീരുമാനിച്ച ഒരു ബഫർ സോൺ ആയിരുന്നു എന്ന് നിങ്ങൾ ഓർക്കണം. ഉടനെ എങ്ങും അവിടെ നിന്ന് പിന്മാറാൻ ഉദ്ദേശമില്ലെന്ന് നമ്മുടെ വീഡിയോ കോളിൽ കുടുങ്ങിയ വിദേശകാര്യമന്ത്രി പറയുകയും ചെയ്തു. പിന്നീട് പുതിയ സിറിയൻ പ്രസിഡന്റ് ഈ നീക്കത്തെ അപലപിക്കുകയുണ്ടായി. എന്നാൽ ആഭ്യന്തര യുദ്ധത്തിൽ തകർന്ന രാജ്യത്തെ വീണ്ടെടുക്കുന്നതിലാണ് തന്റെ ആദ്യത്തെ ശ്രദ്ധ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇസ്രായേലിന് പുതിയ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷറിയെ ഇഷ്ടമല്ല. കാരണം എന്താണ്? അദ്ദേഹത്തിന് തുർക്കിയുടെ പിന്തുണയുണ്ട്. സിറിയ പുനർനിർമ്മിക്കാൻ വേണ്ടി തുർക്കി നല്ല പണം ഒഴുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പുതിയ പ്രസിഡന്റുമായി സൈനിക സാമ്പത്തിക കരാറുകളിൽ അവർ ഏർപ്പെടുന്നുണ്ട്. എന്നാൽ സിറിയയിൽ സമാധാനമുണ്ടായാൽ തങ്ങൾക്ക് സമാധാനമായി ഉറങ്ങാൻ സാധിക്കില്ലല്ലോ. അതാണല്ലോ ഒരു ജൂതന്മാരുടെ ലൈൻ. പിന്നെ എങ്ങനെ നെതന്യാഹുവിന് ഉറക്കം കിട്ടും? സിറിയയുടെ തെക്ക് ഭാഗത്താണ് ഇസ്രായേലും ഗോലാൻ കുന്നുകളും, വടക്ക് ഭാഗത്താണ് തുർക്കിയുടെ അതിർത്തി. അവിടെയുള്ള തുർക്കിയുടെ സൈനിക സാന്നിധ്യത്തെ സിറിയയിൽ മേധാവിത്വം സ്ഥാപിക്കാനുള്ള ശ്രമമായിട്ടാണ് ഇസ്രായേൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അഹമ്മദ് അൽ ഷറയ്ക്ക് എർദോഗാന്റെ സ്വരമാണെന്നാണ് ഇസ്രായേൽ കരുതുന്നത്. 2 ആഴ്ച മുമ്പാണ് ഇസ്രായേൽ സിറിയയിലെ തുർക്കിയുടെ നിരീക്ഷണ ഉപകരണങ്ങൾ
നശിപ്പിച്ചു കളഞ്ഞത്. സിറിയയിലെ തുർക്കിയുടെ കേന്ദ്രങ്ങളെ നേരിടാൻ തങ്ങൾക്ക് മടിയില്ല എന്നൊരു സൂചന ഖത്തർ ആക്രമിക്കുന്നതിന് മുമ്പ് തന്നെ ഇസ്രായേൽ നൽകുകയാണ് ഇതുവഴി ചെയ്തത്. അതായത് സിറിയയുടെ പേരിൽ നേരത്തെ തന്നെ തുർക്കിയെ അടിക്കാനുള്ള ഒരു ഐറ്റം നെതന്യാഹു ഒരുക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പോ ഹമാസിന്റെ പേര് പറഞ്ഞ് നേരിട്ട് തുർക്കിയിൽ അടിക്കാനും ഇസ്രായേൽ തയ്യാറാണ്. സിറിയയിലെ നാശനഷ്ടങ്ങൾക്കപ്പുറം ഹമാസിന്റെ നേതാക്കളെ ലക്ഷ്യം വെക്കുന്നതിനും അപ്പുറം ഒരു ഇസ്രായേൽ തുർക്കി സംഘർഷം പശ്ചിമേഷ്യയെ മാത്രമല്ല ലോകത്തെ തന്നെ അസ്ഥിരപ്പെടുത്തും. കണ്ണു തുറക്കൂ ഇസ്രായേൽ, ലോകത്തിന്റെ ഹൃദയമാണ് തുർക്കി എന്നാണ് നമുക്ക് പറയാനുള്ള അവസാനത്തെ കാര്യം. കാരണം തുർക്കി ഒരു ചെറിയ മീനല്ല, യൂറോപ്പും ഏഷ്യയും ചേർന്നതാണ് ഈ രാജ്യം. തുർക്കിയുടെ മുൻ പ്രധാനമന്ത്രിയായ അഹമ്മദ് ദാവൂദോഗ്ലു പറഞ്ഞത് കേട്ടാൽ അത് വ്യക്തമാകും. തുർക്കി ഒരു യൂറോപ്യൻ രാജ്യം, ഒരു ഏഷ്യൻ രാജ്യം, ഒരു മധ്യപൂർവേഷ്യൻ രാജ്യം, ഒരു ബാൽക്കറൻ രാജ്യം, ഒരു കോക്കേഷ്യൻ രാജ്യം, ഒരു ആഫ്രിക്കയുടെ അയൽ രാജ്യം, ഇതെല്ലാം കൂടിയാണ്. അതുകൊണ്ട് ഖത്തർ ആക്രമിച്ചതുപോലെ ആവില്ല തുർക്കിയെ പോയി ആക്രമിച്ചാൽ. അത് വ്യോമകര യുദ്ധങ്ങളിലേക്കും സൈബർ ആക്രമണങ്ങൾ, ഭീകരവാദം, നിഴൽ യുദ്ധങ്ങൾ, പ്രോക്സി വാർസ് എന്നിവയിലേക്കൊക്കെ നീണ്ടുപോകും. ഈജിപ്ത്, ഗ്രീസ്, ഗൾഫ് രാജ്യങ്ങൾ തുടങ്ങി പ്രാദേശിക കക്ഷികൾ പക്ഷം പിടിക്കാൻ നിർബന്ധിതരാകും. ഇതിൽ ആഗോള ശക്തികളായ US, ചൈന, റഷ്യ എന്നിവർ സംഘർഷത്തിലേക്ക് വലിച്ചിഴക്കപ്പെടും. ടെൻഷൻ അടിച്ച് ട്രംപും പുടിനും ഷീ ജിൻപിങ്ങും ഒക്കെ നിക്കറിൽ മൂത്രമൊഴിച്ചു പോകും. പക്ഷെ പുറപ്പാട് പുസ്തകത്തിലെ ഇസ്രായേൽ ജനതയെ അടിച്ചമർത്താൻ തന്റെ ഹൃദയം കഠിനമാക്കിയ ഫറോവാനെ പോലെ, വെറുപ്പിന്റെ കറുപ്പടിച്ച് ജൂതരെ കൊന്നൊടുക്കിയ ഹിറ്റ്ലറെ പോലെ നെതന്യാഹുവിന്റെ കണ്ണും ഹൃദയവും കാതുമൊക്കെ കഠിനമായി പോയിരിക്കുകയാണ്. അവിടെ യുക്തിയില്ല, യുദ്ധം മാത്രമാണുള്ളത്. നമ്മൾ നേരത്തെ ഉദ്ധരിച്ച മുൻ തുർക്കി പ്രധാനമന്ത്രി അഹമ്മദ് ദാവൂദോഗ്ലുവിന്റെ മുന്നറിയിപ്പ് പോലെ അടുത്ത ലക്ഷ്യം തുർക്കി ആകില്ലെന്ന് ആർക്കും പറയാതിരിക്കാനാവില്ല. തുർക്കിഷ് കവിയായ നസീം ഹിക്മത്തിന്റെ 2 വരികൾ ചൊല്ലിക്കൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. എന്റെ രാജ്യം പാതി യൂറോപ്പ്, പാതി ഏഷ്യ, 2 കടലുകൾക്കിടയിലെ ഒരു പാലം. എന്റെ ഹൃദയമായ ഇസ്താംബുൾ കിഴക്കും പടിഞ്ഞാറും സംഗമിക്കുന്ന ഇടമാണ്. പല ലോകങ്ങൾ സമ്മേളിക്കുന്ന ഈ ഇടനെഞ്ചിൽ ബോംബിടാൻ ഇസ്രായേൽ തുനിഞ്ഞാൽ അതിന്റെ അടുത്ത പ്രഭാതത്തിൽ നിങ്ങളും ഞാനും കാണുന്ന ലോകം മറ്റൊന്നായിരിക്കും.